മരുന്ന് കഴിക്കുന്ന ആളാണ്. എന്തിനു വേണ്ടി മരുന്ന് കഴിക്കുന്നു? എല്ലാവരും ഓപ്പണാ പറയാം. ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ 3 times കഴിക്കുന്നതാണ്. എന്റെ മൈൻഡ് അതായത് ഇറ്റ്സ് എ മെന്റൽ ഡിസോർഡർ. ഒരുപാട് ഡോക്ടേഴ്സിനെ കണ്ടിട്ടുണ്ട്. 12 വയസ്സിൽ അബ്യൂസ് ചെയ്യപ്പെട്ട ആളാണ്. അത് എൻ്റെ വ്യക്തിത്വം ഒരുപാട് ബാധിച്ചിട്ടുണ്ട്. പിന്നെ വേറെ ആൾ പറഞ്ഞതും കറക്റ്റാണ്. എനിക്ക് ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ OCD ഉണ്ട്. OCD അല്ലെങ്കിൽ ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ എല്ലാവരും ഇപ്പൊ കോമൺ ആയിട്ട് സോഷ്യൽ മീഡിയ വഴിയിട്ടൊക്കെ കേൾക്കുന്നതാണ്. അദ്ദേഹം പറയുന്ന അനുസരിച്ചിട്ട് കുട്ടിക്കാലം മുതലേ അദ്ദേഹത്തിന് പല പ്രോബ്ലംസ് ഉണ്ട്. ഡെയിലി 3 നേരം മരുന്ന് കഴിക്കുന്നുണ്ട്. എന്നിട്ടും എന്തുകൊണ്ടിട്ടായിരിക്കും ഈ ഒരു അവസ്ഥയിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് റിക്കവർ ആകാനായിട്ട് പറ്റാത്തത്? നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എന്തായിരിക്കും ഈ OCDയുടെ കാരണം എന്ന് പറയുന്നത്? കൃത്യമായിട്ടുള്ള കാരണം കണ്ടെത്തി അതിന്റെ പരിഹാരത്തിലേക്ക് പോകാത്ത പക്ഷം നമ്മൾ മെഡിസിൻസ് മാത്രം എടുത്തത് കൊണ്ടിട്ട് കംപ്ലീറ്റ് ആയിട്ട് പൂർണ്ണമായിട്ടുള്ള റിക്കവറി കിട്ടുമെന്ന് പറയാനായിട്ട് സാധിക്കത്തില്ല. നമുക്ക് എന്താണ് OCD, അത് എങ്ങനെ ഉണ്ടാവുന്നു എന്നുള്ളത് നോക്കാം. ഞാൻ OCDയുടെ കുറച്ച് എക്സാമ്പിൾസ് പറയാം, അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് കണക്ട് ആവും. ചില വ്യക്തികളില്ലേ, അവർക്ക് കണ്ടിന്യൂസ് ആയിട്ട് കൈയും കാലും ഒക്കെ വാഷ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാണാം. ഭയങ്കര ശുചിത്വമായിരിക്കും. ഇപ്പൊ നമ്മൾ അവർക്ക് വാഷ് ചെയ്ത് ഒരു പാത്രം കൊണ്ട് കൊടുത്തു കഴിഞ്ഞാലും അവർ കൺവിൻസ് ആവത്തില്ല. അവരൊന്നും കൂടെ പോയി വാഷ് ചെയ്യുക. അതേപോലെ ഇരിക്കുന്ന സ്ഥലമൊക്കെ എപ്പോഴും നന്നായിട്ട് ക്ലീൻ ചെയ്യുക. എനിക്ക് തോന്നുന്നു ഫഹദ് ഫാസിലിന്റെ ഒരു ഫിലിം ഉണ്ട്, അതിനകത്ത് ഇതേപോലെ തന്നെ എപ്പോഴും ഹാൻഡ് വാഷിംഗ് ആയിരിക്കും. ആരെങ്കിലും ടച്ച് ചെയ്തിട്ടുള്ള ഡോർ ആണെന്നുണ്ടെങ്കിൽ അവിടെ തുടച്ചതിന് ശേഷം ടച്ച് ചെയ്യുക, ടച്ച് ചെയ്തതിന് ശേഷം വീണ്ടും കൈ കഴുകുക, എന്നിട്ട് അത് ഓക്കെ ആയോ എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടി വീണ്ടും കൈ കഴുകുക. അവർ കൺവിൻസ് ആകുന്നത് വരെ ഇത് റിപ്പീറ്റ് ആയിട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ടുള്ള ബിഹേവിയർ മറ്റ് വ്യക്തികളെക്കാട്ടിൽ കൂടുതലായിട്ട് ഭയങ്കര ടെൻസ്ഡ് ആയിട്ടൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് OCD എന്ന് പൊതുവെ പറയാറുള്ളത്. ഇത് മാത്രമല്ല, ഇപ്പൊ ചിലർക്ക് നോട്ട് കൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും 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 കൗണ്ട് ചെയ്യും. ഒരു തവണ കൗണ്ട് ചെയ്തു, ഓക്കെ ആയിട്ട് വെച്ചു. കുറച്ച് കഴിയുമ്പോഴത്തേനും ഓക്കെ ആണോ എന്ന് ചിന്തിച്ചിട്ട് വീണ്ടും എടുത്ത് കൗണ്ട് ചെയ്യും, എന്നിട്ട് വീണ്ടും വെക്കും. ചില വ്യക്തികൾ ഉറങ്ങാൻ കിടന്നു കഴിഞ്ഞാൽ രാത്രി ഡോറെല്ലാം അടച്ചോ എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് വീണ്ടും ഒന്നുകൂടെ പോയി നോക്കും, എന്നിട്ട് വീണ്ടും വന്ന് കിടക്കും, എന്നിട്ട് വീണ്ടും പോയി നോക്കും. അപ്പൊ അവിടെ എല്ലാം ഫിയർ ആണ് മെയിൻ ആയിട്ട് വരുന്നതെന്ന് പറയുന്നത്. നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മളിൽ എല്ലാവരിലും ഉള്ള ഒരു കാര്യം തന്നെയല്ലേ ഈ ഒരു ഫിയർ എന്ന് പറയുന്നത്. ഡോർ അടച്ചോ എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടി നമ്മൾ ഒരു വട്ടമൊക്കെ പോയി നോക്കുന്നവരാണ് മിക്കവാറും എല്ലാവരും. അതേപോലെ നമ്മുടെ വീട്ടിലെ അമ്മമാര് എവിടെങ്കിലും പോവുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഗ്യാസ് ഓഫ് ആക്കിയോ, ഡോറെല്ലാം അടച്ചായിരുന്നോ, ജനലെല്ലാം ക്ലോസ് ചെയ്തായിരുന്നോ, ഈ ഒരു ചിന്ത തിരിച്ചു വരുന്നവരെയും ചിലപ്പോൾ ഇങ്ങനെ ഷെയർ ചെയ്തുകൊണ്ടേയിരിക്കും. സിമ്പിളായിട്ട് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കുമുള്ള കൊച്ചു കൊച്ചു ആശങ്കകളും അതിനെ തുടർന്നുണ്ടാകുന്ന ഒരു ബിഹേവിയറും അല്പം കൂടി ഇന്റൻസിറ്റിയോടുകൂടി ഒട്ടും കൺട്രോൾ ഇല്ലാതെ നമ്മുടെ ഡെയിലി ലൈഫിനെയും എഡ്യൂക്കേഷനെയും വർക്കിനെയും മറ്റുള്ളവരെയും ഒക്കെ ഡിസ്റ്റർബ് ചെയ്യുന്ന വിധത്തിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് OCD എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. എന്തുകൊണ്ടിട്ടാണ് OCD ഉണ്ടാകുന്നത് എന്നുള്ളതിന്റെ ഒരു ധാരണ ഉണ്ടായി കഴിഞ്ഞാൽ തന്നെ തീർച്ചയായിട്ടും അതിന്റെ ഒരു പരിഹാരത്തിലോട്ട് പോകാൻ പറ്റും. എല്ലാ കാര്യത്തിലും കൂടുതൽ ശുചിത്വമുള്ള ഒരു വ്യക്തിയുടെ കേസ് നമ്മൾ പറഞ്ഞില്ലേ, കീടാണുക്കൾ ശരീരത്തിൽ കയറും, അസുഖങ്ങൾ വരാം, അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ എനിക്ക് എന്ത് സംഭവിക്കാം, അങ്ങനെ ആയിരിക്കും ആ തോട്ട് പ്രോസസ്സ് പോകുന്നതെന്ന് പറയുന്നത്. ഫിയർ ഓഫ് എന്തെങ്കിലും ഡിസീസ്, എന്തെങ്കിലും അസുഖങ്ങളെ കുറിച്ചിട്ടുള്ള ഭയമായിരിക്കാം, അല്ലെങ്കിൽ മരണത്തെ കുറിച്ചിട്ടുള്ള ഭയമായിരിക്കാം. അങ്ങനെ ഒരു ഭയത്തിൽ നിന്നാണ് കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരുപാട് തോട്ട് പ്രോസസ്സ് വരുന്നതെന്ന് പറയും. എവിടെയെങ്കിലും ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്റെ കയ്യിൽ കീടാണുക്കൾ കയറി കാണുമോ, ഏതെങ്കിലും ബാക്ടീരിയ വൈറസ് ഉണ്ടായി കാണുമോ, ഞാൻ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്റെ മുഖത്ത് അത് പറ്റത്തില്ലേ, മുഖത്തൂടെ ശരീരത്തിൽ കയറത്തില്ലേ, അല്ലെങ്കിൽ ഞാൻ കുടിക്കുന്ന വെള്ളത്തിൽ കൂടെ ഉള്ളിൽ ചെല്ലത്തില്ലേ. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഒരുപാട് ചോദ്യങ്ങൾ വന്നുകൊണ്ടിരിക്കും. ചോദ്യങ്ങൾ വരികയും അതിന് ആൻസർ ഇല്ലാതാകുകയും ചെയ്തു കഴിഞ്ഞാലാണ് അത് കൺഫ്യൂസ്ഡ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. കുറച്ചു നേരത്തേക്ക് ആ അവസ്ഥയെ തുടർന്ന് കഴിഞ്ഞാൽ ആങ്സൈറ്റി കൂടി വന്നിട്ട് നമ്മളെ ഒരു പീക്കായിട്ടുള്ള അവസ്ഥയിലെത്തും. ആ സമയത്താണ് നമുക്ക് നല്ല ബ്രീത്തിങ്ങും നെഞ്ചടിപ്പ് അങ്ങനെയുള്ള കാര്യങ്ങൾ, വിയർക്കുക, ഇതെല്ലാം വരുന്നതെന്ന് പറയുന്നത്. ഇങ്ങനെ ആങ്സൈറ്റിയുടെ പീക്കിൽ കോൺഷ്യസ് മൈൻഡിൽ നിന്ന് സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ഈ ഒരു സിറ്റുവേഷൻ എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ള മെസ്സേജ് പാസ് ആയി കഴിഞ്ഞാൽ പിന്നീട് നമ്മുടെ ഡിഫൻസ് മെക്കാനിസം ആണ് അവിടെ ആക്ട് ചെയ്യാനായിട്ട് തുടങ്ങുന്നത്. ഡിഫൻസ് മെക്കാനിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എങ്ങനെ പ്രവർത്തിക്കണം അത്രേ ഉള്ളൂ. ഇപ്പൊ ഞാൻ പ്രവർത്തിക്കുന്ന വിധത്തിലായിരിക്കണമെന്നില്ല മറ്റൊരാൾ പ്രവർത്തിക്കുന്നത്. ഇപ്പൊ ഒരു കോവിഡുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു ഫിയർ, ഒരു ആങ്സൈറ്റി നമുക്ക് ഉണ്ടായി, പെട്ടെന്ന് നമ്മൾ മാസ്ക് എടുത്തിടും, അതേപോലെ കൈ വാഷ് ചെയ്യാനായിട്ട് തുടങ്ങും. ഇതെല്ലാം നമ്മൾ പഠിച്ചു വെച്ചിട്ടുള്ള കാര്യങ്ങളല്ലേ, പല വിധത്തിൽ പഠിക്കാമല്ലോ. അങ്ങനെ പഠിച്ചു വെച്ചിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ റിപ്പീറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ മൈൻഡിന്റെ ആങ്സൈറ്റി കുറയുകയും നേരത്തെ ഉണ്ടായിട്ടുള്ള കൺഫ്യൂഷൻസ് ഓരോന്നോരോന്നായിട്ട് കുറഞ്ഞു വരികയും നമ്മൾ വീണ്ടും കോൺഷ്യസ് മൈൻഡിലോട്ട് തിരിച്ചു വരികയും ചെയ്യും. ഇതാണ് പ്രോസസ് എന്ന് പറയുന്നത്. പക്ഷെ ചില വ്യക്തികൾക്ക് ഒരു തവണ ഹാൻഡ് വാഷ് ചെയ്യുമ്പോൾ ഈ ഒരു ആങ്സൈറ്റി കുറയണമെന്നില്ല. അപ്പൊ അവർ 2, 3, 4 തവണ വാഷ് ചെയ്യും. വാഷ് ചെയ്യുമ്പോൾ പതുക്കെ ആങ്സൈറ്റി കുറയുകയും ഇതേപോലെ തന്നെ ഓക്കെ ആയിട്ട് വരികയും ചെയ്തു കഴിഞ്ഞാൽ അവരുടെ ഡീപ്പായിട്ടുള്ള ഒരു ബിലീവ് സിസ്റ്റത്തിൽ എന്താ സംഭവിക്കുന്നത്, 4 തവണ കഴുകി കഴിഞ്ഞാൽ ഓക്കെ ആവും എന്നുള്ളതാണ്. പിന്നീട് അവർക്ക് 4 തവണ കഴുകേണ്ടി വരും. കുറച്ച് നാൾ ചിലപ്പോൾ കണ്ടിന്യൂ ചെയ്യുമ്പോൾ ആ ഒരു സ്റ്റേജിലും ആങ്സൈറ്റി കുറയാതെ വരുമ്പോൾ അവർ ചിലപ്പോൾ 5, 6, 7, 8 തവണ കൂടുതലായിട്ട് കഴിയും. അപ്പൊ ആങ്സൈറ്റി കുറയും, വീണ്ടും അവരുടെ ബിലീവ് സിസ്റ്റത്തിലോട്ട് അത് ആഡ് ആയിട്ട് വരുവാണ്. അങ്ങനെ ആ റിപ്പീറ്റഡ് ബിഹേവിയർ കൂടി വരും. ചില സാഹചര്യങ്ങളിൽ ഇവർക്ക് ഇത് ചെയ്യാൻ പറ്റത്തില്ല. ഹാൻഡ് വാഷ് ചെയ്യുക എന്ന് പറയുന്നത് ചിലപ്പോൾ വെള്ളം അവൈലബിൾ ആയിരിക്കത്തില്ല, സാനിറ്റൈസർ ഉണ്ടായിരിക്കത്തില്ല, ചിലപ്പോൾ ഒരു ഓഫീസ് റൂമിൽ ആരെങ്കിലും ഒരു കാര്യം പറയുന്നത് കേട്ടോണ്ടിരിക്കുമായിരിക്കും.
അപ്പൊ അങ്ങനെയുള്ള സമയത്തൊക്കെ എല്ലാം ഔട്ട് ഓഫ് കൺട്രോൾ ആയിട്ട് പോവുകയും ചെയ്യും. അപ്പോഴാണ് അത് ജോലിയെയും അല്ലെങ്കിൽ ഡെയിലി ലൈഫിനെയൊക്കെ അഫക്ട് ചെയ്യാനായിട്ട് തുടങ്ങുന്നത്. ഡോർ ലോക്ക് ചെയ്തോ എന്ന് ഒരുപാട് തവണ ഉറപ്പുവരുത്തുന്ന വ്യക്തികളും ഗ്യാസ് ഓഫ് ചെയ്തോ എന്ന് ഉറപ്പുവരുത്തുന്ന വ്യക്തികളിലും എല്ലാവരിലും ഉണ്ടാകുന്നത് ഇതേപോലെ തന്നെയാണ്. സ്റ്റാർട്ടിങ്ങിൽ എന്തെങ്കിലും ഒരു കാരണത്തിന് വേണ്ടിയിട്ട് ഒരു ഫിയർ ഉണ്ടാകുന്നു. ആ ഫിയറിനെ ബേസ് ചെയ്തിട്ട് കുറച്ച് കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആൻസർ ഇല്ലാതെ വന്നു പോകുമ്പോൾ ആങ്സൈറ്റി കൂടുകയും ആങ്സൈറ്റി ഒരു പീക്കിൽ എത്തുകയൊക്കെ ചെയ്യും. അപ്പോൾ അവർക്ക് ആ ബിഹേവിയർ അതുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ബിഹേവിയർ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അത് കുറയത്തുള്ളൂ. ഡോർ അടച്ചു എന്ന് 1-2 തവണ ഉറപ്പ് വരുത്തുക, ഗ്യാസ് ഓഫ് ആക്കിയോ എന്നുള്ള 1-2 തവണ ഉറപ്പ് വരുത്തുക. ഉറപ്പാക്കി കഴിയുമ്പോൾ ആങ്സൈറ്റി ഓട്ടോമാറ്റിക് ആയിട്ട് കുറയും, കൺഫ്യൂഷൻ മാറുകയും ചെയ്യും. അത് ഉറപ്പ് വരുത്താൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ ആങ്സൈറ്റിയിലോട്ട് പോയിട്ട് മോശമായിട്ടുള്ള അവസ്ഥയിൽ എത്തിപ്പെടും. ആ സമയത്ത് 2, 3, 4 തവണ പോയി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആങ്സൈറ്റി കുറയും എന്നുള്ള ഒരു ബിലീഫ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അത്രയും തവണ റിപ്പീറ്റഡ് ആയിട്ടുള്ള അവസ്ഥയിലോട്ട് പതിയെ വരുവാണ് ചെയ്യുന്നത്. അപ്പൊ അത് ചേഞ്ച് ചെയ്യാനും നമുക്ക് ഈ ഒരു പാറ്റേൺ മനസ്സിലാക്കിയാൽ പറ്റും. അതിന്റെ റിവേഴ്സ് വന്നാൽ പോരെ. പാറ്റേൺ മനസ്സിലാക്കി അതിനുള്ള സൊല്യൂഷൻസിലോട്ട് പോകുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ടോട്ടൽ റിക്കവറി ഇതിനകത്ത് ഉണ്ടാകുന്നതെന്ന് പറയുന്നത്. നമ്മൾ ഒരു ബിലീഫ് സിസ്റ്റം ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, നമ്മളുടെ ഒരു വിശ്വാസം ഇത്രയും തവണ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ആവും എന്നുള്ളത്. അതിനെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള മെത്തേഡ്സ് ആണ് ഇതിനകത്ത് സ്വീകരിക്കേണ്ടത്. മെഡിസിൻ എന്താണ് റോൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആങ്സൈറ്റി കുറയ്ക്കുക, നമ്മളെ ഒന്ന് കാമാക്കുക, വേണമെന്നുണ്ടെങ്കിൽ അല്പം ഹാപ്പി ആക്കുക എന്നുള്ള രീതിയിലാണ്. ആ വീഡിയോയിൽ തന്നെ പറഞ്ഞില്ലേ, ഡെയിലി 3 തവണ മെഡിസിൻസ് എടുക്കുന്നുണ്ട്. പക്ഷെ ഈ ഒരു അവസ്ഥ എന്ന് പറയുന്നത് വലിയ മാറ്റമൊന്നും ഇല്ലാതെ കണ്ടിന്യൂ ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയല്ലേ. ഒരു പർട്ടിക്കുലർ ടൈമിലേക്കായിരിക്കും ഈ മെഡിസിന്റെ എഫക്റ്റ് ഉള്ളത്. ആ സമയത്ത് കുറച്ച് കെമിക്കൽസ് ബ്രെയിനിൽ റിലീസ് ആവുക, ഹാപ്പി ഹോർമോൺസ്, സെറോട്ടോണിൻ പോലുള്ളതൊക്കെ ആകാം. ആ സമയത്ത് മൈൻഡ് ഒന്ന് റിലാക്സ് ആവും. റിലാക്സ് ആയി കഴിയുമ്പോൾ ആങ്സൈറ്റി കുറയും. ആങ്സൈറ്റി കുറഞ്ഞു കഴിഞ്ഞാൽ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാറും. പക്ഷേ എന്താണോ ഈ ആങ്സൈറ്റി ട്രിഗർ ചെയ്യുന്നത് അല്ലെ കൺഫ്യൂസ്ഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുന്നത്, ആ ഫിയർ ഉണ്ടാകാനുള്ള റീസൺസിനെ ക്ലിയർ ചെയ്യാനായിട്ട് മെഡിസിൻസിന് പറ്റുമോ? ഇല്ല. അതിനു വേണ്ടിയിട്ടാണ് സൈക്കോളജി സപ്പോർട്ട് അല്ലെങ്കിൽ തെറാപ്പി എടുക്കണം എന്നുള്ളത് പറയുന്നത്. ഈ ഫിയർ ഉണ്ടാകാനായിട്ടുള്ള കാരണങ്ങൾ പല വ്യക്തികളിൽ പലതായിരിക്കാം. എല്ലാവരും അത് ഓർത്തിരിക്കണമെന്ന് പോലും ഇല്ല. ചിലപ്പോൾ നമ്മൾ കരുതുന്ന ഒരു റീസൺ ആയിരിക്കണമെന്നില്ല യഥാർത്ഥത്തിലുള്ള ബാക്കെൻഡിലുള്ള കാരണം എന്ന് പറയുന്നത്. നമ്മൾ ഏറ്റവും ലാസ്റ്റ് ഉണ്ടായ ഒരു സിറ്റുവേഷനോ അതൊക്കെ മാത്രമേ ഓർക്കത്തുള്ളൂ. ചിലപ്പോൾ യഥാർത്ഥത്തിൽ ഈ ഫിയർ ഉണ്ടാകാനുള്ള കാരണം കുട്ടിക്കാലത്തോ ഏതെങ്കിലും ഒരു സമയത്തായിരിക്കാം. അതിനെ കണ്ടെത്തിയിട്ട് അവിടെ സോൾവ് ചെയ്താൽ മാത്രമേ കംപ്ലീറ്റ് ആയിട്ട് OCD നമ്മുടെ ലൈഫിൽ നിന്ന് തന്നെ പോകത്തുള്ളൂ. മെഡിസിൻസ് എടുത്തുകൊണ്ടിരിക്കുന്നവർ ഒരു കാര്യം ശ്രദ്ധിക്കണേ. മെഡിസിൻസ് സ്റ്റോപ്പ് ചെയ്യണമെന്നോ മെഡിസിൻസ് എടുത്തുകൊണ്ടിട്ട് ഗുണമില്ല എന്നോ ഒന്നും അല്ല ഇതിനകത്ത് പറഞ്ഞേക്കുന്നത്. അതിന്റെ കൂട്ടത്തിൽ നിങ്ങൾ തെറാപ്പി സപ്പോർട്ടും കൂടി എടുത്താലേ കംപ്ലീറ്റ് ആയിട്ട് പെർമനന്റ് ആയിട്ട് ഈ പ്രോബ്ലം മാറത്തുള്ളൂ എന്നുള്ളതാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന മെഡിസിൻസിന്റെ ഫംഗ്ഷൻ ആങ്സൈറ്റി കുറച്ച് നിങ്ങളെ ഒരു സ്റ്റേബിൾ കണ്ടീഷനിലോട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ്. എന്തുകൊണ്ടിട്ടാണ് ഈ ആങ്സൈറ്റി ഉണ്ടാകുന്നത്, ആങ്സൈറ്റി ട്രിഗർ ചെയ്യുന്ന ഫിയർ ഉണ്ടാകുന്നത് എന്നുള്ള കാര്യങ്ങളൊന്നും മെഡിസിൻ ക്ലിയർ ചെയ്യുന്നില്ല. അതിനു വേണ്ടിയിട്ടാണ് തെറാപ്പി സപ്പോർട്ട്. അപ്പൊ അതിന്റെ റൂട്ടായിട്ടുള്ള ഏറ്റവും ബേസിക് ആയിട്ടുള്ള റീസൺ മാറ്റിയാൽ മാത്രമല്ലേ പരിഹാരം കിട്ടത്തുള്ളൂ. അതിനുവേണ്ടി പറഞ്ഞതേ ഉള്ളൂ. ആർക്കെങ്കിലും തെറാപ്പി സപ്പോർട്ട് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, കോൺടാക്ട് ചെയ്യാവുന്നതാണ്. മാക്സിമം സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കാം.